മഴയുടെ ശബ്ദം കേട്ടുണരാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണല്ലേ. പക്ഷേ ഇത്തവണ നല്ല മഴ തുടങ്ങിയതോടുകൂടി പനിയും വന്നു. പണിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലൊരു ചെറിയ ആഗ്രഹം തോന്നിയത്, ഒരു ഇഞ്ചി ചായ കിട്ടിയിരുന്നെങ്കിൽ. ആഗ്രഹം ബിൻസുവിനോട് പറഞ്ഞപ്പോൾ എങ്കിൽ ഇന്നത്തെ 4 മണി ചായ ഇഞ്ചി ചായ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്കും അതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല. ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 ഏലക്കയും ഒന്നിച്ച് നന്നായി ചതച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് പാലും കുറച്ച് വെള്ളവും ഒഴിച്ച് ഈ ചതച്ച മിശ്രിതം ചേർക്കണം. നന്നായി ചൂടാകുമ്പോൾ തേയില ചേർക്കുക. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ വീട്ടിലാകെ പരക്കുന്ന ഒരു സുഗന്ധം. അതാണ് ഇഞ്ചി ചായയുടെ യഥാർത്ഥ മാജിക്. അവസാനം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചാൽ ചൂടോടെ ഇഞ്ചി ചായ റെഡി. സത്യത്തിൽ എനിക്ക് ഇഞ്ചി ചായ ഇഷ്ടമായി തുടങ്ങിയത് ജോലിയുടെ ഭാഗമായി തിരുവനന്തപുരം താമസിക്കേണ്ടി വന്ന സമയത്താണ്. അവിടെ അടുത്തുള്ളൊരു ചെറിയ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ഇഞ്ചി ചായ കുടിക്കുക പതിവായിരുന്നു. ആ ചൂടും മണവും രുചിയും ഒരു ദിവസം തുടങ്ങാൻ അതിലും നല്ലത് വേറെ ഇല്ലെന്ന് തോന്നുമായിരുന്നു. ഇന്ന് അതേ ഓർമ്മകളോടെയാണ് വീട്ടിൽ ഇഞ്ചി ചായ ഉണ്ടാക്കുന്നത്. രുചി മാത്രമല്ല, ഇഞ്ചി ചായയ്ക്ക് കുറച്ച് നല്ല ഗുണങ്ങളുമുണ്ട്. ഇഞ്ചി തൊണ്ടയ്ക്ക് ആശ്വാസം നൽകാനും ജലദോഷ സമയത്ത് ചൂട് പകരാനും ദഹനത്തിന് സഹായിക്കാനും പലർക്കും ഉപകാരപ്പെടാറുണ്ട്. ഏലക്ക ചേർക്കുമ്പോൾ രുചിയും മണവും കിട്ടുന്നതോടൊപ്പം ഒരു നല്ല ഫ്രഷ് ഫീലും കിട്ടും. പനി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ചൂടൻ ഇഞ്ചിച്ചായ മനസ്സിനും ശരീരത്തിനും ചെറിയൊരു ആശ്വാസമാകാറുണ്ട്. അപ്പോഴാണ് ബിൻസു വീണ്ടും പറഞ്ഞത്, ഇഞ്ചിച്ചായ ഉണ്ടെങ്കിൽ കൂടെ ഒരു പപ്സും ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അത് കേട്ടപ്പോൾ ഞാനും പറഞ്ഞു, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ചൂടൻ ഇഞ്ചിച്ചായയും നല്ല ക്രിസ്പിയായ പപ്സും പുറത്തൊരു മഴയും. ഇതിലും മനോഹരമായൊരു വൈകുന്നേരം വേറെ എന്ത് വേണം?